bless the Lord at all times. His praise shall continually be in my mouth. My soul shall make its boast in the Lord. The humble shall hear of it and be glad. Oh, magnify the Lord with me, and let us exalt his name together. I sought the Lord, and he heard me, and delivered me from all my fears. They looked unto him and were radiant, and their faces were not ashamed. The poor man cried out, and the Lord heard him, and saved him out of all his troubles. The angel of the Lord encamps all around those who fear him, and delivers them. Oh, taste and see that the Lord is good. Blessed is the man who trusts in him. Oh, fear the Lord, you his saints. There is no want to those who fear him. The young lion shall lack and suffer hunger, but those who seek the Lord shall not lack any good thing. Come, you children, listen to me. I will teach you the fear of the Lord. Who is the man who desires life and loves many days that he may see good? Keep your tongue from evil and your lips from speaking guile. Depart from evil and do good. Seek peace and pursue it. The eyes of the Lord are on the righteous, and his ears are open to their cry. The face of the Lord is against those who do evil, to cut off the remembrance of them from the earth. The righteous cry out, and the Lord hears, and delivers them out of all their troubles. The Lord is near to those who have a broken heart, and saves such as have a contrite spirit. Many are the afflictions of the righteous, but the Lord delivers him out of them all. He guards all his bones, not one of them is broken. Evil shall slay the wicked, and those who hate the righteous shall be condemned. The Lord redeems the soul of his servants, and none of those who trust in him shall be condemned. Amen. 2025-2026 സൺഡേ സ്കൂൾ PYPA സഹോദരി സമാജം സംയുക്തമായി നടത്തുന്ന ഈ വാർഷികത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായി പാസ്റ്റർ അലക്സ് കൊണ്ടാഴിയെ സ്വാഗതം ചെയ്യുന്നു. ഈ ആനിവേഴ്സറിയുടെ മുഖ്യ അതിഥിയായി ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന IPC കുമ്പനാട് സെന്റർ സെക്രട്ടറി പാസ്റ്റർ ബ്ലെസൻ കുഴിക്കാലയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം വിജയകരമാക്കി തീർക്കുവാനും നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാനും ആവേശത്തോടും ഒരുക്കത്തോടും കടന്നു വന്നിരിക്കുന്ന എബനേസർ ചർച്ച് സൺഡേ സ്കൂൾ അംഗങ്ങളെയും PYP അംഗങ്ങളെയും സഹോദരി സമാജത്തെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും എല്ലാ ദൈവജനത്തെയും സസന്തോഷം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let us begin this blessed evening with joyful hearts. May this celebration ignite a new passion in us to serve him. എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തെ അവസാനിപ്പിക്കുന്നു. പുറമറ്റം എബനേസർ പുത്രികാ സംഘടനകളായ യങ് പീപ്പിൾ അസോസിയേഷൻ PYPA, സൺഡേ സ്കൂൾ സഹോദരി സമാജ സംയുക്തമായിട്ടുള്ള ആനിവേഴ്സറിയിൽ വന്നു ചേർന്നിരിക്കുന്ന പുത്രികാ സംഘടനകളുടെ ഭാരവാഹികൾ, PYPയുടെ പ്രസിഡന്റ് ബ്രദർ പോൾ K. ജോസഫ്, സെക്രട്ടറി റോസ് റസൽ, ജോയിന്റ് സെക്രട്ടറി ബ്രദർ ബെൻ സജി, ട്രഷറർ ബ്രദർ സാം, സൺഡേ സ്കൂൾ HM സിസ്റ്റർ മോളി ബാബു, സെക്രട്ടറി സിസ്റ്റർ വീണ ബെനഡിക്റ്റ്, ട്രഷറർ സിസ്റ്റർ ഏലിയാമ ജോൺ, സഹോദരി സമാജം പ്രസിഡന്റ് സിസ്റ്റർ ജിൻസി അലക്സ്, സെക്രട്ടറി സിസ്റ്റർ പൊന്നമ്മ ജോർജ്, ട്രഷറർ സിസ്റ്റർ ബ്ലസ്സി സജി, ചർച്ചിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി ബ്രദർ CC ബാബുക്കുട്ടി, ട്രഷറർ ബ്രദർ C. ജോയ്, സഭാ കൗൺസിൽ മെമ്പേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്,
പുത്രികാ സംഘടനയിലെ അംഗങ്ങൾ, സഭയിലെ അനുഗ്രഹീതരായ പിതാക്കന്മാർ, അഭ്യുതകാംക്ഷികൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ പ്രത്യേകാൽ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം ധാരാളം അനുഗ്രഹിക്കേണ്ടതിന് നാം പ്രത്യേകാല പ്രാർത്ഥിക്കണം. ഒരു പ്രവർത്തന വർഷം ദൈവം നമ്മെ നടത്തുന്നു. ആ നടത്തിപ്പിൻ്റെ ശ്രേഷ്ഠതകൾ നാം ഓർക്കണം. ദൈവത്തിന് എവിടെയും വേണ്ടത് കർത്താവിന് വേണ്ടി നിവരെ നിൽക്കുന്നവരാണ്. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഈ നിലപാട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിമിത്തം ചില താഴ്ചകൾ വരുമായിരിക്കും. നമുക്ക് നേരെ മുൻപോട്ട് പോകാൻ പറ്റും. നേരെ നാം മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ കാലമാണ്, പണ്ടത്തെ കാലം എഴുത്തുകളുടെയൊക്കെ കാലമാണ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ, യൂട്യൂബിലൂടെയൊക്കെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നേക്കാം. നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് നേരെ മുൻപോട്ട് പോകാൻ പറ്റും. നമ്മുടെ ഭാഗത്ത് നമുക്ക് വചനാടിസ്ഥാനത്തിൽ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ മുഖപ്പട്ട കെട്ടിയിട്ടുള്ള കുതിരയൊക്കെ മുൻപോട്ട് പോകുന്നത് പോലെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ഹുങ്കാരപ്രതാപമുള്ള, അഹങ്കാരം എന്നുള്ള വാക്കല്ല, ഹുങ്കാരപ്രതാപമുള്ള കുതിരയെ ബൈബിൾ വളരെ പ്രശംസനീയമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ നേരുള്ളവരായി, നിവരെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി, കർത്തൃസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി, ദൈവത്തിൻ്റെ സകല ന്യായങ്ങളിലും അങ്ങനെ മുൻപോട്ട് പോകാൻ ഇടവരണം. കർത്താവിൻ്റെ ദാസനിലൂടെ ഉള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള സന്ദർഭമാണ്. പാസ്റ്റർ ബ്ലസൻ കുഴിക്കാല അവറുകളെ പുറമറ്റം ഏബനേസർ സഭയിലെ വിശ്വാസ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതനായ കർത്താവിൻ്റെ ദാസനാണ്. ഈ സെൻറ്ററിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ, നെല്ലിമല്ല സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വിവിധ നിലകളിൽ യുവജനങ്ങളുടെ ഇടയിലും കാലികമായും സഭകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമനുഷ്യനാണ്. വളരെ തിരക്കുള്ള പല ക്രമീകരണങ്ങളും ഈ ദിവസങ്ങളിൽ കർത്തൃദാസിൻ്റെ മുമ്പിലുള്ള സമയങ്ങളിലൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം. എന്നാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആ തിരക്കുകൾക്കൊക്കെ ഇടയിൽ ഇന്ന് നമ്മളോടൊന്നിച്ച് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കത്തക്ക രീതിയിൽ മനസ്സുവെച്ചു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ സ്നേഹത്തോടെ, ആദരവോടെ തുടർന്നുള്ള സമയത്തെ പ്രധാന വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബ്ലസൻ കുഴിക്കാല അവറുകളെ ക്ഷണിക്കുന്നു. നമുക്ക് കരങ്ങൾ തട്ടി പ്രിയ കർത്താവിൻ്റെ ദാസനെ സ്വീകരിക്കും. Praise the Lord. Hallelujah. വിശേഷാൽ ഈ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നു ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ അലക്സ് കൊണ്ടാഴി അവറുകൾ, IPC എബനേസർ പുറമറ്റം ദൈവസഭയുടെ പുത്രികാ സംഘടനയുടെ PYPA സെൻട്രൽ സ്കൂൾ സോദരി സമാജം, അതിന് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വാർഷിക യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹിതരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളോടൊപ്പം ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഈ വാർഷിക യോഗത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത്, പ്രത്യേകിച്ച് ഇതൊരു പദവിയായി ഞാൻ കണക്കാക്കി, സകല മഹത്വത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന് എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു. വിശേഷാൽ ഇന്ന് ഇങ്ങനെ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വാർഷിക യോഗം പുത്രികാ സംഘടനകളുടെ എല്ലാവരുടെയും ചേർന്ന് സംയുക്തമായി നടത്തപ്പെടുന്ന ഈ മീറ്റിങ്ങിൽ വളരെ തിടുക്കത്തോടും അപ്പോൾ തന്നെ സമയത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും വളരെ ഒരുക്കത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെയൊക്കെ കാത്തിരിക്കുന്ന ഒരു മീറ്റിംഗാണിത്.
അതിനുവേണ്ടി ഒത്തിരി അധ്വാനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, ഒത്തിരി ക്രമീകരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇനിയും തുടർന്ന് നടക്കേണ്ടതായ പ്രോഗ്രാമുകൾ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കേണ്ടതിന് അവർ വളരെ ഒരുക്കത്തോടുകൂടെ ആയിരിക്കുന്ന സമയം കൂടെയാണ്. PYPA എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് മുഖാന്തരം കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ എന്നാൽ കഴിയാവുന്നത് പോലെയൊക്കെ അവരുടെ ഇടയിൽ പ്രവർത്തിപ്പാനുള്ള അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ്. സൺഡേ സ്കൂൾ എന്ന മഹാപ്രസ്ഥാനം പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ദൈവവചനത്തിൽ തികവുള്ളവരാക്കുവാൻ പ്രതിഫലേച്ഛ കൂടാതെ നമ്മുടെ അധ്യാപകർ ദീർഘവർഷങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു വലിയ നന്മയാണ് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ. കൂടാതെ സോദര സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവസഭയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുവാൻ ദേശത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കർത്തൃദാസന്മാർക്ക് വേണ്ടി സുവിശേഷ തൽപരരായി ഒരു കൂട്ടം സഹോദരിമാരെ ഈ കാലഘട്ടങ്ങളിൽ ദൈവം അതത് ലോക്കൽ സഭകളിൽ ഉപയോഗിക്കുന്നതോർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോക്കൽ സഭയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നേതൃത്വം ദാസനാൽ ലഭിക്കുമ്പോൾ തന്നെ PYPയുടെ പ്രസിഡന്റായി ബ്രദർ പോൾ കെ ജോസഫ്, സെക്രട്ടറി റോസിൻ റസൽ, ജോയിന്റ് സെക്രട്ടറി ബെൻ സജി, ട്രഷറർ സാം ജോർജ്, സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്സസായി സിസ്റ്റർ മോളി ബാബു, സെക്രട്ടറി വീണ ബെനഡിക്റ്റ്, ട്രഷറർ ഏലിയാമ്മ ജോൺ. അതുകൂടാതെ സോദര സമാജത്തിന്റെ പ്രസിഡന്റായി കർത്താവനദാസി സിസ്റ്റർ ജിൻസി അലക്സ്, സെക്രട്ടറി സിസ്റ്റർ പൊന്നമ്മ ജോർജ്, ട്രഷറർ സിസ്റ്റർ ബ്ലസ്സി വർഗീസ്. ഈ പ്രിയപ്പെട്ടവരുടെ ആത്മീയ നേതൃത്വം, നിങ്ങളുടെ സേവനങ്ങൾ ഈ സഭയ്ക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്നതോർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ നമ്മുടെ ദൈവസഭകൾക്ക് ലഭിക്കപ്പെടുന്ന ആത്മീയ നന്മയും ഒരു വലിയ മുതൽക്കൂട്ടുമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ഞാൻ വാക്കുകളെ ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, കുഞ്ഞുങ്ങൾ ദൈവസഭയുടെ മുതൽക്കൂട്ടാണ്. അവരെ ക്രിസ്തുവിൽ തികവുള്ളവരാക്കി ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു ലോക്കൽ സഭാ ശുശ്രൂഷകന്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും വലിയ കടപ്പാടാണ്. അവർക്ക് സഭയിൽ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മളിൽ നിക്ഷിപ്തമായ ഒരു വലിയ കടമയാണ്. ദൈവസഭകളിൽ പലയിടങ്ങളിലും അത് തുലവും കുറവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുന്നതിലും അവരെ ദൈവവചനം പ്രസംഗിപ്പിക്കുന്നതിലും ആത്മീയ ശുശ്രൂഷകളിൽ സംബന്ധിപ്പിക്കുന്നതിലും ഒക്കെ ദൈവസഭകൾ ഒരു പടി കൂടെ മുന്നോട്ട് വരണം. നമ്മൾക്ക് മാത്രമായി, പ്രായമുള്ളവർക്ക് മാത്രമായി സഭായോഗങ്ങളും ഇടക്കൂട്ടായ്മകളും ഒന്നും ചുരുങ്ങാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കുവാൻ അവസരങ്ങൾ നൽകുമ്പോൾ അവർ നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്. അവർക്ക് ആത്മീയമായ ശുശ്രൂഷകൾക്ക് അവരെ കൂടെ ഒരു കൈ പിടിച്ച് മുൻപോട്ട് നയിക്കുമ്പോൾ അവരിൽ ഒരു വലിയ ഉത്തരവാദിത്വ ബോധം അവരെ ഭരിക്കുകയാണ്. നാളെയിൽ നാം ഇവിടുന്ന് മറഞ്ഞാലും ആത്മീയ ശുശ്രൂഷകൾക്ക് അല്ലെങ്കിൽ ദൈവസഭയുടെ ഭൗതിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വിഘ്നം കൂടാതെ സാക്ഷ്യമുള്ളവരായി നമ്മുടെ ദേശത്ത് ദൈവസഭയ്ക്ക് നിൽക്കേണ്ടത് നമ്മുടെ അടുത്ത തലമുറയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ പങ്ക് നാം സ്മരിച്ചുകൂടാതെ വണ്ണം അത് വിലയുള്ളതാണ്, ഗൗരവമുള്ളതാണ് എന്നുള്ള കാര്യം നാം ഓർക്കുമല്ലോ. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അന്തസത്ത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ കഴിഞ്ഞൊരു വർഷം അവർ പഠിച്ചതും അവർ നേടിയതും അവർ പ്രാക്ടീസ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവസഭയിൽ അവർ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരത്തെ അവർ മനസ്സിലാക്കി അത് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും അതിപ്രാധാന്യതയാർന്ന സംഭവം. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ആരെങ്കിലും പരസ്യമായിട്ടൊന്ന് വായിച്ച് സഹായിച്ചാൽ സന്തോഷമാണ്. 2-ാം അധ്യായം ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. സുവിശേഷ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. എന്നെ ഒത്തിരി സ്പർശിച്ച ഒറ്റ വാക്ക് വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ്. 5-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അതിനകത്ത് വളരെ ഘനഗംഭീരമായി
ഓർപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണ്, ഞങ്ങൾ അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. ഈ കാലഘട്ടം വളരെ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്, വെല്ലുവിളികളുടെ കാലഘട്ടമാണ്. കാലത്തെക്കാളൊക്കെ അധികമായി വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണ്. ടെക്നോളജികൾ, പല വിധത്തിലുള്ള സാങ്കേതികമായ മികവുകൾ അവരുടെ ആത്മീയ ജീവിതത്തെക്കാൾ അധികമായി അവരുടെ വ്യക്തിത്വത്തെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും അവർ വിശ്വസിക്കുന്ന ദൈവവചനത്തിൽ കൂടെ അവർ എത്രത്തോളം അതിനെ ജയിക്കുന്നുണ്ട് എന്നും നാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകും, അല്ലെങ്കിൽ കോളേജിൽ പോകും, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് പോകും, മടങ്ങി വരും. അവർ ചില സമയം ഭവനത്തിൽ നമ്മളോടൊരുമിച്ച് ചിലവഴിക്കും. അവർ പ്രാർത്ഥനയിൽ സംബന്ധിക്കും, കയറി കിടന്നുറങ്ങും. എത്ര സമയം അവർ ദൈവവചനം ധ്യാനിക്കുന്നുണ്ട് എന്നും എത്ര സമയം അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നുണ്ട് എന്നും പ്രഭാത പ്രാർത്ഥനയിൽ അവർ നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ടോ എന്നും ഒക്കെ ഒരു മാതാവെന്ന നിലയിൽ, പിതാവെന്നുള്ള നിലയിൽ നാം ഒന്ന് ചിന്തിക്കുകയും നാം ഒന്ന് പുനഃപരിശോധിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. എന്താണ് അങ്ങനെ അതിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, ഏതു സമയത്തും ആരെയും കാർന്നു പിടിക്കാൻ കഴിയുന്ന എല്ലാവിധ ചിന്താഗതികളും, എല്ലാവിധമായ ക്രമീകൃതമായ ചില വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ അപകടകരമായ സാഹചര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ, ഒരു കർത്താവനദാസൻ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് രാവിലെ സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾ പലരുണ്ട്. ഒരു ദിവസം തൊട്ടടുത്ത സീറ്റിലിരുന്ന ഒരു കുട്ടി ഒരു കുഞ്ഞിന് ഒരു ചോക്ലേറ്റ് അല്ല, ഒരു മുട്ടായി പോലത്തെ ഒരു പദാർത്ഥം ഇങ്ങനെ റാപ്പറിൽ പൊതിഞ്ഞത് കൊടുത്തു. അപ്പം അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ സാധാരണ ഇച്ചിരി കട്ടിയുള്ള മുട്ടായി പൊടിച്ച് ചുരുട്ടി കെട്ടിയാൽ അങ്ങനെ ഇരിക്കും, അതുപോലൊരു വസ്തു. അപ്പം അത് കഴിക്കാനായിട്ട് കൊടുത്തു, അത് കഴിച്ചു. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് സ്ഥിരമായി ഈ കുട്ടി ഇങ്ങനെ റാപ്പറിൽ പൊതിഞ്ഞ ഈ പൊടി, മുട്ടായിയുടെ രൂപേണയുള്ളൊരു പൊടി, അത് മുട്ടായി പൊടിച്ചതെന്നുള്ള വ്യാജേന കൊണ്ട് കൊടുക്കുകയാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ പറയുകയാണ്, നീ ഇനി അത് കഴിക്കണ്ട, അത് മൂക്കിലോട്ടൊന്ന് വലിച്ചു കയറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഈ കൊച്ചുകുഞ്ഞ്, ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുഞ്ഞ് ഇത് മൂക്കിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ അതിനെന്തോ അല്പം അസ്വസ്ഥതകളൊക്കെ നേരിട്ടു. നിറുകെ കയറി, തുമ്മാൻ തുടങ്ങി, ചുമയ്ക്കാൻ തുടങ്ങി, മൂക്കിൽ കൂടെ രക്തം വരാൻ തുടങ്ങി. സ്കൂളിലേക്ക് ചെന്നു. അവിടുത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരൊക്കെ ഇറങ്ങി വന്ന് ചോദിച്ചു, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഇന്നാര് ഒരു ചോക്ലേറ്റ് തരുന്നുണ്ട്, അല്ലെങ്കിൽ മുട്ടായി പോലെ ഒരു വസ്തു തരുന്നുണ്ട്, ഞാൻ കഴിക്കുന്നുണ്ട്. ഇന്ന് മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ പറഞ്ഞു. ഞാൻ മൂക്കിൽ വലിച്ചു കയറ്റിയാണ്, മുട്ടായി എൻ്റെ മൂക്കിൽ കുടുങ്ങിയതാന്ന് പറഞ്ഞു. അന്നേരം അതിൻ്റെ ഗൗരവം ഈ കുട്ടി മനസ്സിലാക്കുന്നില്ല. മയക്കുമരുന്ന് മുട്ടായിയിൽ കലർത്തി കൊണ്ടുവന്ന് കുട്ടികളുടെ ഇടയിലേക്ക് കൊടുക്കുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ കൊച്ചു കുഞ്ഞിനെ സ്വാധീനിക്കുവാൻ കുട്ടികളെ ഉപയോഗിച്ച് മയക്കുമരുന്ന് ലഹരി മാഫിയകൾ നമ്മുടെ ചുറ്റും സജീവമായിട്ടുണ്ട്. ഞാൻ എൻ്റെ പിള്ളേരോട് പറയും, സ്കൂളിൽ ചെന്നാൽ എത്ര ഇഷ്ടമുള്ളവരാണെങ്കിലും എത്ര നിൻ്റെ ബെസ്റ്റ് ആണെങ്കിലും തരുന്ന മുട്ടായി ഒന്നും എന്ത് ചെയ്യരുത്, വാങ്ങിക്കഴിക്കരുത്. നിങ്ങളത് വാങ്ങി ഇവിടെ കൊണ്ടുവരണം. എത്ര ഏറ്റവും അടുത്ത സ്നേഹിതനാണ്, ചിലപ്പോൾ ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ച് ഇന്നാ ഇതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, കൊണ്ടുവരും. ആരും തരുന്ന ഒരു ആഹാര പദാർത്ഥവും വാങ്ങി കഴിക്കാൻ കഴിയാത്തൊരു കാലത്തിലേക്കാണ് ഞാൻ നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. ചിലതിനോട് നമ്മൾ നോ പറയണം, ചിലതിനെ വേണ്ട എന്ന് വെക്കുവാൻ നമ്മൾ തയ്യാറാകണം. മദ്യവും മയക്കുമരുന്നും, പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മദ്യപിക്കുന്നവർ മുതിർന്ന ആളുകളാണ്, അവർ മാത്രമേ മദ്യപിക്കൂ എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു ഞങ്ങളുടെയൊക്കെ ചിന്തയിലുണ്ടായിരുന്നു. ഇപ്പം 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒക്കെ എന്ത് ചെയ്യുകയാണ്, മദ്യപിക്കുകയാണ്. ഞാനതൊന്നും പറഞ്ഞ സമയത്തെ ദീർഘമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അപകടകരമായ നിലയിൽ മദ്യവും മയക്കുമരുന്നും MDMAയും ചരസും ഒക്കെയായി ഇങ്ങനെ കറങ്ങുന്ന വലിയ മാഫിയകൾ നമ്മുടെ ചുറ്റിലുമുള്ളപ്പോൾ ഒരു ദൈവവചനം അഭ്യസിച്ച ഒരു കുഞ്ഞ് നല്ലതിനെയും തീയതിനെയും തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ മാനസികാവസ്ഥയെ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരിടം അത് സൺഡേ സ്കൂളാണ്. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് അവരെക്കുറിച്ച് മാതാവിനോടോ പിതാവിനോടോ തുറന്നു പറയുവാൻ കഴിയാത്ത പല കാര്യങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകരോട് പറയുന്നവരെ എനിക്കറിയാം.
വ്യക്തിപരമായി വ്യക്തിബന്ധമുള്ള ശുശ്രൂഷകന്മാരോട്, പാസ്റ്റേഴ്സിനോട് ചെന്ന് കുഞ്ഞുങ്ങൾ ഹൃദയം തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരനുഭവിക്കുന്ന പ്രതിസന്ധി, അവരേതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടെങ്കിൽ, ഇതുപോലെയുള്ള കുടുക്കുകളിൽ അവരകപ്പെട്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. ചിലതിനൊക്കെ നോ പറയുവാൻ നമുക്ക് കഴിയണം. ഇവിടെ വായിച്ച വാക്യം ഇതാണ്: സുവിശേഷത്തിന് സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടത് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലതിന് വഴങ്ങാത്തവരായി, ദൈവം നമ്മളെക്കുറിച്ച് അനുവദിക്കാത്ത, ആഗ്രഹിക്കാത്ത, ദൈവഹിതമല്ലാത്ത ഒന്നിനും വഴങ്ങാത്തവരായി നാം വിശ്വസിക്കുന്ന ഈ വചനം, ഈ സത്യസുവിശേഷം നമ്മിൽ നിലനിൽക്കേണ്ടതിന് അവർക്ക് ഒന്നിനും ഒരു നാഴിക പോലും വഴങ്ങുവാൻ അവർ നിൽക്കാതെ വണ്ണം കർത്താവിൻ്റെ വചനത്തെ അവർ ഉയർത്തിപ്പിടിക്കുവാനിടയായി. ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, ചിലതിനെ നോക്കി ഞാൻ അതിന് വഴങ്ങുകയില്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? സമൂഹത്തിന്റെ വിപത്തുകളെ നോക്കി ഞാൻ അതിന് വഴങ്ങുകയില്ല. ലവ് ജിഹാദ് പോലെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് പലതിലേക്കും കൊണ്ടുപോകുന്ന പ്രവണതകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. വഴങ്ങുന്നവർ കെണിയിലകപ്പെടും, വഴങ്ങാത്തവർ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കും. നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം നിങ്ങളിൽ ഭരിച്ചു തുടങ്ങിയാൽ, നിങ്ങൾ പഠിച്ച വചനം നിങ്ങളുടെ ഉള്ളിൽ ചലിച്ചു തുടങ്ങിയാൽ, നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പകർന്നു തരുന്ന വേദവാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയാൽ, നാം ചിലതിന് നോക്കി വഴങ്ങാത്തവരായി മാറി നിൽക്കും. പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഒരു മുഖമുദ്രയാണ് ഈ പദം വേർപാട് എന്നത്. ഇന്ന് വേർപാട് പലതിലും ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. നാം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ചിലതിനോട് നാം വേർപെടുന്നവരായി മാറണം. ചിലതിനെ വഴങ്ങാതെ ദൈവസന്നിധിയിൽ കൃപയുള്ളവരായി നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഒരു സൺഡേ സ്കൂളിൽ രാവിലെ വന്ന് 8:30-ക്കോ 9 മണിക്കോ വന്ന് അരമണിക്കൂർ ദൈവവചനം പഠിച്ച് പോയി ചർച്ചിലൊരു മെമ്മറി വേർഡ്സ് പറഞ്ഞു, അതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഇതൊന്നും. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കണം. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. കാരണം ഉച്ചയ്ക്ക് ആ യോഗം കഴിഞ്ഞ് ചെന്ന് വിഭവസമൃദ്ധമായ ആഹാരം എല്ലാവർക്കും വിളമ്പാൻ തക്കയോഗ്യമായി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണമെങ്കിൽ ഇവർ ഞായറാഴ്ച നേരത്തെ എഴുന്നേക്കണം. എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി തിടുക്കത്തോടെ എഴുന്നേറ്റ് എല്ലാം ക്രമീകരിച്ചു വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ശമ്പളവും ഇല്ലാതെ, പ്രതിഫലേച്ഛ കൂടാതെ അവർ നിങ്ങളെ പഠിപ്പിക്കുവാനായി ആലയത്തിലേക്ക് ഓടി വരികയാണ്. അവർ പഠിപ്പിക്കുന്ന വചനത്തിന് അത്ര കാമ്പുണ്ട്, അത്ര ഉറപ്പുണ്ട്. അത് വിശ്വസിക്കുവാൻ തക്ക വിശ്വാസയോഗ്യമായ വചനമാണ്. കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, അവരെ നേരായ പാതയിലൂടെ നയിക്കുവാൻ ഒക്കെ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, ഇവിടെ ലേഖകൻ പറയുകയാണ്, സുവിശേഷത്തിന് സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന്. ഒറ്റ കാര്യം പറയാം, നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. കർത്താവദാസൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു കർത്തൃഭൃത്തനാണ്. ദൈവവചനത്തിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. ദൈവവചനം പ്രഘോഷിക്കുന്നത് ഈ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ നമ്മൾ വിടുവാനല്ല. നിങ്ങൾ കേൾക്കപ്പെടുന്ന വചനമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ കുറിച്ചിടുവാൻ, നിങ്ങൾ വിശ്വസിച്ച ഈ സത്യസുവിശേഷത്തിൻ്റെ ഈ അന്തസത്ത, ഈ സത്യം നിങ്ങളിൽ നിലനിൽക്കേണ്ടതിന്. നമ്മൾ ഒരു പെന്തക്കോസുകാരൻ എന്ന് പറഞ്ഞിട്ടോ, സ്കൂളുകളിൽ പോയാൽ ഇപ്പം പെന്തക്കോസുകാരൻ എന്ന് പറയാൻ നമുക്ക് മടിയല്ലേ? ഞാനൊരു പെന്തക്കോസുകാരനെന്ന് പറയാൻ പലർക്കും മടിയാണ്. പക്ഷെ നിങ്ങളൊരു യഥാർത്ഥ ദൈവപൈതനാണെങ്കിൽ അഭിമാനത്തോടെ ഈ പുസ്തകം ഉയർത്തി വിളിച്ചു പറയണം, ഞാൻ യേശുവിനെ സേവിക്കുന്ന ഒരു ദൈവപൈതലാണ്, കർത്താവിൻ്റെ ഒരു മകനാണ്, മകളാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയണം. ഈ വിശ്വസിച്ച ഈ വിശ്വാസ പ്രമാണം, ഈ സത്യസുവിശേഷം നിങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ ചിലതിനോട് നിങ്ങൾ നോ പറയണം. ചിലതിനെ നോക്കി നിങ്ങൾ ഞാൻ അതിന് വഴങ്ങുകയില്ലെന്ന് പറയണം. ഒരാൾ വന്നിട്ട് പറയണം, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? നമുക്ക് എറണാകുളം ലുലു പോയിട്ട് അവിടെ ഏറ്റവും നല്ല എന്തുവാ ഡോൾബി സിസ്റ്റം ഒക്കെയുള്ള ഭയങ്കര തിയേറ്ററൊക്കെ ഉണ്ട്. ആരും കാണത്തില്ല, പാസ്റ്ററുകളും കാണത്തില്ല, നമ്മുടെ ചർച്ചിലെ ആരും കാണത്തില്ല. നമുക്ക് അവിടെ പോയാലോ എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ അതിന് വഴങ്ങുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം.
നിങ്ങളുടെ ലോക്കൽ പാസ്റ്ററോ നിങ്ങളുടെ വിശ്വാസികളോ നിങ്ങളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരും കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് മുമ്പേ ഒരാൾ ആ ലുലു മാളിൽ ചെന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസിൽ ഒരാളവിടെ നിൽപ്പുണ്ട്. ആ ആള് നിങ്ങൾ സേവിക്കുന്ന കർത്താവാണ്. നീ പോകുന്ന വഴി, നീ ഇരിക്കുന്ന ഇരിപ്പിടവും, നീ സഞ്ചരിക്കുന്ന പാതയും എല്ലാം അറിയുന്ന ഒരുവൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പം ചിലതിനോട് നോ പറയുവാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാം ഒത്തിരി പ്രോമിസസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇവരൊക്കെ വലിയ ആൾക്കാരാകും. കഴിഞ്ഞ ഒരു 20 വർഷം മുമ്പ് ഈ സഭയുടെ അംഗങ്ങളായിരുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കി. അവർ ലോകമെമ്പാടും വ്യത്യസ്ത നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരും ഉന്നതമായ പദവികൾ വഹിക്കുന്നവരുമാണ്. ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് അവർ എത്തിച്ചേരുവാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നു, അല്ലേ? ഇനിയും ഈ കുഞ്ഞുങ്ങളും അതുപോലെ കാത്തിരുന്നൊരു വലിയ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് അവരെത്തിപ്പെടുകയാണ്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ അടുത്ത ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായ സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം, ഞാൻ വേഗത്തിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഈ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, സുവിശേഷീകരണത്തിൽ എന്നെ കൊടുന്ന് പങ്കാളിയാക്കുമോ? വില്യം ബൂത്ത് പറഞ്ഞു, അങ്ങനെ ഒരു അവസരം ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തരാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഒരു പ്രാവശ്യം അദ്ദേഹം നിരാശയോടെ മടങ്ങി. 2ാം പ്രാവശ്യം വീണ്ടും ആ വാതിൽ ചെന്ന് മുട്ടി. വില്യം ബൂത്ത് വന്ന് നോക്കുമ്പോൾ വീണ്ടും അതേ മനുഷ്യൻ. കാരണം ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായതുകൊണ്ട് സുവിശേഷ വേലയ്ക്കൊന്നും അദ്ദേഹം പ്രാപ്തനല്ല, യോഗ്യനല്ല എന്ന് കണ്ട് പലപ്പോഴും മടക്കി അയച്ചു. ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം ആ മനുഷ്യൻ വില്യം ബൂത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചു. സഹി കെട്ടിട്ട് ഈ വില്യം ബൂത്ത് ഒരു ജോലി അദ്ദേഹത്തിന് കൊടുക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ വലിയ ക്യാമ്പസിൽ അനേക മിഷണറിമാർ പ്രവർത്തിക്കുന്ന ആ ക്യാമ്പസിന്റെ ഒരു ഏറ്റവും മൂലയ്ക്കുള്ള ഒരു റൂമിൽ ആളുകൾ ഇടുന്ന ഷൂ അടുക്കി വെച്ചിരിക്കുന്ന റാക്കുകൾ നിറഞ്ഞ ഒരു മുറി. അനേക ആളുകൾ വന്ന് ഷൂ ഊരി വെച്ചിട്ട് പോളിഷ് ചെയ്ത് വീണ്ടും വൃത്തിയാക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥലം. ആ ഷൂ റാക്ക് ഇരിക്കുന്ന റൂമിൽ, മുഷിഞ്ഞ ഗന്ധമുള്ള ആ മുറിയിൽ ഈ മനുഷ്യനെ ഒരു ജോലിക്ക് നിയമിക്കുവാൻ വില്യം ബൂത്ത് നിർബന്ധിതനായി. വില്യം ബൂത്ത് ഓർത്തു, ഞാൻ ഈ ജോലി കൊടുക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം അത് സ്വീകരിക്കുകയില്ല, അദ്ദേഹം അത് നിരസിച്ചിട്ട് ഇറങ്ങിപ്പോകുമെന്നാണ് കരുതി. പക്ഷെങ്കിൽ സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിന്റെ വേല ചെയ്യുവാൻ എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിരുന്നത് കൊണ്ട് ആ ജോലി താൻ ശിരസ്സായി ഏറ്റെടുത്തു. ആ മുറിയിൽ, മുഷിഞ്ഞു നാറുന്ന ഷൂവും സോക്സും ഒക്കെ ഇരിക്കുന്ന മുറിയിൽ ദീർഘമായ വർഷങ്ങൾ അദ്ദേഹം ആ ജോലി ചെയ്തു. ഷൂ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഒരു ദിവസം ആളുകളെ പറഞ്ഞേക്കും, അന്ന് വൈകിട്ട് വീണ്ടും ആ ഷൂ അവിടെ എത്തും, വീണ്ടും അത് പോളിഷ് ചെയ്ത് ദീർഘമായ 10-12 വർഷങ്ങൾ ഈ സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യൻ ആ ജോലി ചെയ്തു. ഒരു ദിവസം സാൽവേഷൻ ആർമിയുടെ ഏറ്റവും വലിയ ഒരു ആനുവൽ കൺവെൻഷൻ അവിടെ നടക്കുകയാണ്. ആ വർഷത്തെ കൺവെൻഷന് പ്രഗത്ഭന്മാരായ ആളുകളെ ആ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായി ക്ഷണിച്ചിട്ടുണ്ട്. ഈ സാമുവൽ ബ്രിങ്കിൾ എന്നും ഷൂ പോളിഷ് ചെയ്തും അതിനുശേഷം ജോലിക്ക് ശേഷമുള്ള ഒഴിവ് സമയങ്ങൾ താൻ ചെയ്തു വന്നിരുന്നത് വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. എല്ലാ ദിനവും അത് ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ഈ ആനുവൽ കൺവെൻഷന് വേണ്ടി വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്ന ഈ സമയം, കൺവെൻഷന്റെ 5ാമത്തെ ദിവസം വില്യം ബൂത്തിന് ഒരു ടെലിഗ്രാം വന്നു. ഏറ്റവും ഒടുവിലത്തെ ദിവസം ലോകപ്രസിദ്ധനായ ഒരു സുവിശേഷൻ അവിടെ പ്രസംഗിക്കാൻ വരാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത നിമിത്തം ആ കൺവെൻഷനിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കുവാൻ, കടന്നു വരുവാൻ കഴിയുകയില്ല എന്നുള്ള സന്ദേശമായിരുന്നു ആ ടെലിഗ്രാമിൽ. വില്യം ബൂത്ത് ഭയങ്കര നിരാശയോടെ ചാപ്പലിലേക്ക് ഓടിപ്പോയി നെടുമ്പാട് വീണ് കിടന്ന് കരയുവാൻ തുടങ്ങി. കാരണം കൺവെൻഷന്റെ 5ാം ദിവസമായി 7ാം ദിവസം പ്രസംഗിക്കേണ്ട ആൾ എത്തത്തില്ല എന്നുള്ള ഒരു വലിയ സങ്കട വാർത്ത കേട്ടിട്ട്, കർത്താവേ, ഞാൻ ആരെയാണ് 7ാമത്തെ ദിവസം ഇനിയും ഈ വചന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കേണ്ടതെന്നുള്ള വലിയ ഭാരം തന്നെ അലട്ടി താൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പ്രാർത്ഥനയുടെ അവസാനം തൻ്റെ ചെവിയിൽ മുഴങ്ങിയ ഒരു ശബ്ദം, അത് സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരായിരുന്നു. വില്യം ബൂത്ത് ആകെ ഒരു ചഞ്ചലതയോടുകൂടെ എഴുന്നേറ്റിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അദ്ദേഹം ഇവിടുത്തെ ഷൂ റാക്കിൽ ഷൂ പോളിഷ് ചെയ്യുന്നയാളാണ്, ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി സമയത്ത് വാർത്തിരിക്കും? അദ്ദേഹം എന്ത് പ്രസംഗിക്കും? വീണ്ടും പ്രാർത്ഥിച്ചു. ഒടുവിൽ വീണ്ടും കേട്ട ശബ്ദം സാമുവൽ ബ്രിങ്കിൾ എന്ന് പറഞ്ഞ ആ ശബ്ദമായിരുന്നു. പല പ്രാവശ്യമായി ഈ ശബ്ദം മുഴങ്ങിക്കേട്ടപ്പോൾ വില്യം ബൂത്ത് ഒരു കാര്യം തീരുമാനിച്ചു. ഇത് ദൈവത്താൽ ഇടപെടലുണ്ടായ, ദൈവിക ഇടപെടലിന്റെ ഒരു ശബ്ദമായതുകൊണ്ട്
എനിക്ക് സാമുവൽ ബ്രിങ്കിൾ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലണം, എനിക്ക് അവനോട് ഈ വിവരം പറയണം. ആ മുഷിഞ്ഞ ഷൂ ഒക്കെ ഇരിക്കുന്ന ആ മുറിയിലേക്ക് വില്യം ബൂത്ത് ഓടി ചെല്ലുമ്പോൾ അവിടെ സാമുവൽ ബ്രിങ്കിളിന് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഈ യോഗത്തിന്റെ അവസാന ദിവസം പ്രസംഗിക്കേണ്ടത് നീയാണ്. വില്യം ബൂത്ത് ഓർത്തു, ഭയങ്കര ഞെട്ടലോടെ വലിയ എക്സൈറ്റ്മെന്റിനോടുകൂടെ ചാടി എഴുന്നേറ്റ് അയ്യോ എന്നൊക്കെ പറയുമെന്നാണ്. പക്ഷേ വില്യം ബൂത്ത് കരുതിയത് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ലാതെ വളരെ കൂളായിട്ട് പറഞ്ഞു, അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ. തനിക്ക് പറ്റുന്ന ഒരു വേഷവും അന്ന് അവിടെ ഇല്ല. തനിക്ക് ചേരാത്ത ഫിറ്റാകാത്ത വേഷവും ഷൂവും ഒക്കെ ഇട്ട് ആ 7ാമത്തെ ദിവസം ആ വലിയ മഹായോഗത്തിന്റെ വേദിയിൽ താൻ പ്രസംഗിക്കുവാനായി കയറി. പ്രസംഗിക്കുവാനായി വില്യം ബൂത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചു. പ്രാരംഭത്തിൽ എഴുന്നേറ്റ് നിന്ന് മുഴുവൻ ആളുകൾക്ക് വേണ്ടി തുടക്കത്തിലെ സാമുവൽ ബ്രിങ്കിൾ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച, ഏകദേശം 50,000 സീറ്റ് ഇട്ട കസേരയിൽ ഒരാൾ പോലും ആ സീറ്റിലില്ല. സാമുവൽ ബ്രിങ്കിൾ ഭയങ്കരമായി നിരാശയോടെ, തൻ്റെ പ്രസംഗം കേൾക്കുവാൻ താല്പര്യമില്ലാതെ തന്നെ അവഗണിച്ച് ആളുകൾ മുഴുവൻ ഇറങ്ങിപ്പോയെന്ന് കരുതി ഞെട്ടലോടെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ആ കസേരയുടെ താഴെ വന്നുകൂടിയ ആയിരങ്ങൾ വീണ് കിടന്ന പ്രാർത്ഥനയിൽ കരയുകയാണ്. സാൽവേഷൻ ആർമിയുടെ ഉണർവിന് തുടക്കം കുറിച്ച വില്യം ബൂത്തിന് ശേഷം സാൽവേഷൻ ആർമി എന്ന പ്രസ്ഥാനത്തെ കൈപിടിച്ചുയർത്തിയ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാഷകനായി സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ആ യുവ സുവിശേഷകനെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വഴികളൊന്നും ഒരുപക്ഷെ തുറന്നു എന്ന് കാണുവാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിലും നിങ്ങളുടെ മുമ്പിലുള്ള വാഗ്ദത്തങ്ങളെ നിങ്ങൾ എങ്ങനെ പ്രാപിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും, വർഷങ്ങൾ നിങ്ങൾ കാത്തിരുന്നാലും ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്നുള്ളത്, ദൈവത്താൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടണമെന്നുള്ളത് ദൈവിക പദ്ധതിയാണെങ്കിൽ, എത്ര കാത്തിരുന്നാലും ആ ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഒരു വലിയ വിശ്വാസം, ഒരു വലിയ ഉറപ്പ്, ഒരു വലിയ വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഭാവിയിലെ സാമുവൽ ബ്രിങ്കിൾമാരായി സുവിശേഷത്തിന് മാറ്റുരയ്ക്കുന്ന, ക്രൈസ്തവ സമൂഹത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന ഒരു കൂട്ടം യൗവനക്കാരെ വാർത്തെടുക്കുവാൻ IPC എബനേസർ പുറമറ്റം സഭയ്ക്ക്, ഇവിടെയുള്ള PYPAയ്ക്ക്, ഇവിടെയുള്ള സൺഡേ സ്കൂളിന്, സോദരി സമാജത്തിന്, പ്രത്യേകിച്ച് ദൈവസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നോ പറയേണ്ടതിനോട് നോ പറയുവാൻ, വഴങ്ങാത്തതിനെ ഞാനൊരിക്കലും വഴങ്ങുകയില്ല എന്ന്, ചിലതിനെ നോക്കി ഞാൻ അതിന് വഴങ്ങുകയില്ല എന്ന് പറയുവാനുള്ള കെൽപ്പും കരുത്തും വലിയ നിയോഗവും നിങ്ങളുടെ മേൽ കർത്താവ് പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, IPC എബനേസർ പുറമറ്റം ദൈവസഭയുടെ, PYPA സൺഡേ സ്കൂൾ സോദരി സമാജം സംയുക്തമായി നടത്തുന്ന ഈ വാർഷികത്തിന് എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട്, ഇങ്ങനൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ ലോക്കൽ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, പുത്രിക സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന കർത്താവനദാസൻ പാസ്റ്റർ അലക്സ് കൊണ്ടാഴി അവറുകൾ, നിങ്ങളുടെ ഏവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശിക്കും, ഭാര്യ ത്രേസിക്കും, 3 മക്കൾ, 2 ആണും 1 പെണ്ണും. കുഞ്ഞച്ചൻ ഉപദേശി ദാരിദ്ര്യത്തിൽ വളർന്നതാണ്. കർത്താവിനെ അറിഞ്ഞ അന്നു മുതൽ ദൈവവേലയ്ക്ക് തന്നെ സമർപ്പിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള തന്റെ സമർപ്പണ ബോധം തന്നെ മറ്റെല്ലാ ഭൗതിക നന്മയിൽ നിന്നും വ്യതിചലിപ്പിച്ചു. ജീവിതം ക്രിസ്തു മാത്രമായിരുന്നു. അതുപോലെ ത്രേസിയും ക്രിസ്തീയ വിശ്വാസത്തിലും പ്രത്യാശയിലും തന്റെ ഭർത്താവിന് താങ്ങായിരുന്നു. മക്കളാകട്ടെ ഭൗമിക ലോകത്തിന്റെ മായകളിൽ അത്ഭുതമായി വിശ്വാസ ജീവിതത്തെ കണ്ടു. മൂത്ത മകൻ വിനു, 2ാമത്തവൻ ഓവൻ, 3ാമത്തവൾ മിനി. നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. എടി കൊച്ചേ, ചേട്ടന്മാരെ വിളിച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കടി. എന്നാത്തിനാ അമ്മച്ചി ബഹളം വെക്കുന്നേ? ഞങ്ങൾ അങ്ങ് വരാം. അപ്പനെ കാണുമ്പോൾ അവളൊരു പൂച്ചയാ, ഞാൻ വിളിക്കുമ്പോഴോ ഒരു വിലയില്ല. അപ്പൻ വരട്ടെ അമ്മച്ചി, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പനിങ്ങ് വരട്ടെ, ഞാൻ പറയുന്നുണ്ടടി. ഓ, അപ്പൻ ഇപ്പം ഞങ്ങളെ അങ്ങ് ശരിയാക്കാൻ പോവല്ലയോ? ഇങ്ങനെ നടന്നോ, നീ ഒന്നും ഗുണം പിടിക്കത്തില്ലടാ. ത്രേസി, എന്നതാടി നീ പറയുന്നേ? ഗുണം പിടിക്കത്തില്ലെന്നോ?
ആരാടി ഗുണം പിടിക്കാതെ? കർത്താവിനെ സേവിക്കുന്ന വായിൽ നിന്നുമാണോടി കയ്പിന്റെ വാക്ക് പുറപ്പെടുന്നത്? അയ്യോ അല്ല ചായ, ഈ പിള്ളേർക്കൊരു ദൈവഭയവുമില്ല. അതുകൊണ്ട് ശകാരത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയത്. നമ്മുടെ മക്കൾ മൂന്നും അനുഗ്രഹിക്കപ്പെടുമടി. ദൈവം അവരെ അനുഗ്രഹിക്കും. നമുക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാം മക്കളെ. അപ്പാ ഞാനിന്ന് പഠിക്കാൻ പോകുന്നില്ലപ്പാ. എന്നതാടാ മോനെ ബോബ കാര്യം? അപ്പാ ഫീസ് കൊടുക്കാത്തതിന് എന്നെ എത്ര തവണ വിളിപ്പിച്ചെന്നറിയാമോ? എനിക്ക് നാണം കെടാൻ വയ്യ. മോനെ, അപ്പൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാടാ. ദൈവം അതിനുള്ള വഴി തുറക്കും. ദൈവം തരുമടാ. ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് നാളെയാപ്പാ. അപ്പൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എവിടെ നിന്ന് കിട്ടാനാ? വല്ല കടം മേടിച്ച് താപ്പാ. മോനെ, കുഞ്ഞച്ചൻ ഉപദേശി ഇതുവരെ ആരോടും കടം മേടിച്ചിട്ടില്ലടാ. പക്ഷേ ദൈവം കുഞ്ഞച്ചന് വഴിയൊരുക്കാറേ ഉള്ളൂടാ. എന്തായാലും ആകട്ടെ, നാളെ എനിക്ക് ഫീസ് കൊടുത്താൽ മതി. കർത്താവേ, എനിക്കൊരു വഴിയുമില്ല, നീ തന്നെ വഴി ഒരുക്കണമേ നാഥാ. അമ്മച്ചിയേ, ഒരു ചായ എടുത്തേ. അലറാതിരിയടാ, എനിക്ക് 2 കയ്യേ ഉള്ളൂ. കയ്യൊക്കെ ഫ്രീ ആയിട്ട് മതി അമ്മച്ചി. മോനെ ബിനു, നിന്റെ ജോലിയുടെ ഇന്റർവ്യൂ എന്നതായടാ? ഓ, അതൊക്കെ അങ്ങനെ നടക്കും. അപ്പാ, നമുക്കൊരു ബൈക്ക് വാങ്ങണം. എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ല. ഞങ്ങൾ മാത്രം ആ സ്കൂളിലും കോളേജിലും ഒക്കെ നടന്നു പോയത്. എല്ലാവർക്കും കാറും ബൈക്കും ഒക്കെ ഉണ്ട്. എന്തിനാടാ ഇതൊക്കെ? നമുക്ക് നമ്മുടെ കർത്താവില്ലയോടാ, അത് പോരെ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അവൻ തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം മക്കളെ. ഓ, ഈ അപ്പൻ്റെ ഒരു കാര്യം, എന്തു പറഞ്ഞാലും കർത്താവ് മതി. ഞങ്ങൾ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ അപ്പന് മനസ്സിലാക്കില്ല. അച്ചായോ, ഇന്നും കൂടി അരിയുള്ളൂ. പിള്ളേർക്ക് നാളെ എന്നാ കൊടുക്കും? കർത്താവ് തരുമടി. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ വഴി തുറക്കുമടി ത്രേസ്യേ. ഉപദേശിയേ, കുഞ്ഞച്ചന് ഉപദേശി ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ആരാ? ആ, ഇത് ഞാനാ, തെക്കേപ്പാട്ട തങ്കച്ചനാന്നേ. ആ, തങ്കച്ചനാന്നോ? എന്നതാടോ ഈ കൊച്ചുവെളുപ്പം കാലത്ത്? എന്റെ ഉപദേശി, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നേരെ വന്ന് വെളുക്കാനും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതെന്നാ പറ്റി തങ്കച്ച? ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. കുഞ്ഞച്ചൻ ഉപദേശി മുട്ടുമ്പേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കരയുന്നതും. പിന്നെ ഞാനൊരു ശബ്ദവും കേട്ടു, തങ്കച്ച പോയി കുഞ്ഞച്ചനെ സഹായിക്കാൻ. തമ്പുരാനെ, എന്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ എത്തിയല്ലോ നാഥാ. ഉപദേശി ഇതങ്ങോട്ട് പിടിച്ചേ. 1 മാസത്തേക്കുള്ള സാധനങ്ങളാ, പിന്നെ കുറച്ച് പൈസായും ഉണ്ട്. പിന്നെ പ്രാർത്ഥന എന്നെയും എൻ്റെ കുടുംബത്തെ ഓർക്കണമേ. എന്നാ ശരി, ഞാനിന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. തങ്കച്ച, ദൈവം താങ്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. റേസിയെ, ബോബ, എടാ മക്കളെ ഇങ്ങോട്ട് വന്നേടാ. എന്നാ അച്ചായ? എന്നതാ അപ്പച്ചാ? എടാ ബോബ, കണ്ടോടാ നിന്റെ ഫീസ്. എടി ത്രേസ്യേ, നിനക്കുള്ള അരിയും സാധനങ്ങളും ഇതാ. ഏരിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം കുഞ്ഞച്ചന് വേണ്ടി തങ്കച്ചനെ അയച്ചടി. ഇപ്പോൾ മനസ്സിലായോ മോനെ ബോബ, നമുക്ക് ലോകത്തേക്കാൾ വലുത് കർത്താവാണെന്ന്? ഓ, എൻ്റെ ദൈവത്തിന് മഹത്വം. ഇന്ന് പിള്ളേർക്ക് എന്നാ കൊടുക്കുമെന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് മഹത്വം. ദാ മോനെ ബോബ, നിന്റെ ഫീസ്. ശരി അപ്പച്ചാ, ദൈവം എത്ര വലിയവനാ. വർഷങ്ങൾ പലത് കഴിഞ്ഞു. കുഞ്ഞച്ചനുപദേശിയും ത്രേസ്യയുമൊക്കെ കാലത്തിന്റെ തികവിൽ പിതാക്കന്മാരോട് ചേർന്നു. മക്കൾ മൂവരും വിവിധ രാജ്യങ്ങളിലെത്തി ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടു. അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് നിമിത്തം ദൈവം അവരെ അനുഗ്രഹിച്ചു. ബിനു അമേരിക്കയിലും ബോബൻ കാനഡയിലും മിനി ലണ്ടനിലും എത്തി. ഇതാ അവർ തങ്ങളുടെ ഭവനത്തിൽ വീണ്ടും ഒരു ഒത്തുചേരലിനായി വരുന്നു. എടാ മക്കളെ, നിങ്ങളൊക്കെ തടിച്ചങ്ങ് കൊഴുത്തല്ലോടാ. എന്തുണ്ടായിട്ട് എന്താ കാര്യം അച്ചായ? അപ്പനും അമ്മയും അല്ലായിരുന്നോ നമ്മുടെ എല്ലാം? അതെ, നമുക്കിപ്പോ കാറിന് കാറും ബൈക്കിന് ബൈക്കും പണവും ഒക്കെ ആയി സമ്പൽ സമൃദ്ധിയിലെത്തി. ഇതിനൊക്കെ കാരണം നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. സത്യമാ, ഞാൻ ഒരു ബൈക്കിന് വേണ്ടി അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. നമുക്ക് കർത്താവില്ലേടാ,
അത് പോരെ. എനിക്ക് എൻ്റെ കർത്താവിനെ മതി അച്ചായ. ഞാൻ എൻ്റെ ജോലിയൊക്കെ നിർത്തിയിട്ടാണ് എനിക്ക് പോകുന്നത്. എനിക്ക് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം പോലെ കർത്താവിനെ സേവിച്ചാൽ മതി. സൂസിയും പിള്ളേരും കാനഡയിൽ തന്നെ നിൽക്കുക. ഞാൻ ഇവിടെ തന്നെ ഞാൻ കൂടാൻ പോവുകയാണ്. എൻ്റെ അപ്പൻ്റെ ഉപദേശി എന്ന വിളിപ്പേര് ഞാൻ നിലനിർത്തട്ടെ. ദൈവം അച്ചായനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയേക്കാൾ വലിയൊരു ഉദ്യോഗം വേറെ എന്നാ ഉള്ളേ? ദൈവത്തിന് മഹത്വം. നമ്മുടെ മക്കളും സമ്പത്തിനേക്കാൾ ഉപരി നമ്മുടെ അപ്പൻ സേവിച്ച ദൈവത്തെ സേവിക്കട്ടെ. നമുക്കും അപ്പനെ പോലെ പ്രാർത്ഥനയിലും ഉപവാസവുമായി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നിത്യത പ്രാപിക്കാം. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗുണപാഠമാണ് ലഭിച്ചത്? ഒരു നല്ല അപ്പനും അമ്മയ്ക്കും മാത്രമേ തങ്ങളുടെ മക്കൾക്ക് ക്രിസ്തുവിനെ വരച്ചു കാണിച്ച് മക്കളെ വളർത്താൻ കഴിയൂ. അങ്ങനെ വളരുന്ന മക്കൾക്ക് മാത്രമേ തങ്ങളുടെ ഭൗതിക നന്മകളെക്കാൾ വലുതായി ക്രിസ്തുവിനെ കാണാൻ കഴിയൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഴവില്ലിനീടും നിറങ്ങക്കും വന്നം കൊടുത്തവനേശുരാജൻ. മഴവില്ലിനേഴും നിറങ്ങക്കും വന്നം കൊടുത്തവനേശുരാജൻ. അവൻ മഹിമ, അവൻ പ്രഭയാ, അവൻ മഹിമ, അവൻ പ്രഭയാ. അനുപമ സുതി താള രാഗം മഴവില്ലിനേഴും നിറങ്ങക്കും വന്നം കൊടുത്തവനേശുരാജൻ. മഴവില്ലിനേഴും നിറങ്ങക്കും വന്നം കൊടുത്തവനേശുരാജൻ. ഭൂമണ്ഡലങ്ങൾ നിർമ്മിച്ച നാഥൻ, വാനമേഘങ്ങൾക്കും വർണ്ണം പകർന്നവൻ. ഭൂമണ്ഡലങ്ങൾ നിർമ്മിച്ച നാഥൻ, വാനമേഘങ്ങൾക്കും വർണ്ണം പകർന്നവൻ. കാറ്റടിക്കുന്നു, കടലിളകിടുന്നു, കാറ്റടിക്കുന്നു, കടലിളകിടുന്നു. തവ തിരുമൊഴി അറിഞ്ഞു ശാന്തമായി അലകൾ. മഴവില്ലിനേഴും നിറങ്ങക്കും വന്നം കൊടുത്തവനേശുരാജൻ. മഴവില്ലിനേഴും നിറങ്ങക്കും വന്നം കൊടുത്തവനേശുരാജൻ. അവൻ മഹിമ, അവൻ പ്രഭയാ, അവൻ മഹിമ, അവൻ പ്രഭയാ. അനുപമ സുതി താള രാഗം മഴവില്ലിനേഴും നിറങ്ങക്കും വന്നം കൊടുത്തവനേശുരാജൻ. മഴവില്ലിനേഴും നിറങ്ങക്കും വന്നം കൊടുത്തവനേശുരാജൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പാസ്റ്റേഴ്സ്, കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സങ്കീർത്തനം 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെ, നിന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ, കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ, വശലനെ നിന്ദന എന്നുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ ഇരിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. താങ്ക് യു. നീതിക്കുള്ളവൻ നീ എൻ്റെ സർവ്വവും, എല്ലാത്തിലും നിൻ ജീവം എമ്പേക്കാൽ തന്നതിനാ. നീ എൻ്റെ സർവ്വവും എല്ലാത്തിലും തേനിലും മരുതമ, തേനിലും മരുതമ യേശു ക്രിസ്തു മാ
കത്തങ്കുകകളെ യേശുക്രിസ്തു മാധുരവ.
सियोन देश हमारा है देश, रहते हैं हम परदेश, जाएंगे हम अपने देश। सियोन देश हमारा है देश, रहते हैं हम परदेश, जाएंगे हम अपने देश। हालेलुया 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 हालेलुया। मन ने लगाना यहाँ, जाना कि हमको वहाँ, मन ना लगाना यहाँ, जाना कि हमको वहाँ। यहाँ केस होगा अंध होगा, यहाँ केस होगा अंध होगा, यहाँ केस होगा अंध ना होगा, वहाँ केस होगा अंध ना होगा। सियोन देश हमारा है देश, रहते हैं हम परदेश, जाएंगे हम अपने देश। सियोन देश हमारा है देश, रहते हैं हम परदेश, जाएंगे हम अपने देश। आएगा यीशु यहाँ, ले जाएगा हमको वहाँ, आएगा यीशु यहाँ, ले जाएगा हमको वहाँ। वादा यीशु का पूरा होगा, वादा यीशु का पूरा होगा, आनंद जीवन हमको मिलेगा, आनंद जीवन हमको मिलेगा। परदेश, जाएंगे हम अपने देश। सियोन देश हमारा है देश, रहते हैं हम परदेश, जाएंगे हम अपने देश। हालेलुया 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 हालेलुया। सियोन देश हमारा है देश, रहते हैं हम परदेश, जाएंगे हम अपने देश। सियोन देश हमारा है देश, रहते हैं हम परदेश, जाएंगे हम अपने देश। रहता कोई न रोक पाएगा, तो मैं नाचूंगा गाऊंगा शोर मचाऊंगा, पीछे नहीं मुड़ूंगा बस आगे बढ़ूंगा। तो मैं नाचूंगा गाऊंगा शोर मचाऊंगा, पीछे नहीं मुड़ूंगा बस आगे बढ़ूंगा। ना 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 पाप ना मुझे रोक पाएगा, शैतानी ना मुझे डराएगा। पाप ना मुझे रोक पाएगा, शैतानी ना मुझे डराएगा। यीशु के साथ मैं चलता रहूंगा, यीशु के साथ मैं चलता रहूंगा। कदमों मेरे यीशु संग, कदमों मेरे यीशु संग। तो मैं नाचूंगा गाऊंगा शोर मचाऊंगा, पीछे नहीं मुड़ूंगा बस आगे बढ़ूंगा। तो मैं नाचूंगा गाऊंगा शोर मचाऊंगा, पीछे नहीं मुड़ूंगा बस आगे बढ़ूंगा। तो मैं नाचूंगा गाऊंगा शोर मचाऊंगा, पीछे नहीं मुड़ूंगा बस आगे बढ़ूंगा। तो मैं नाचूंगा गाऊंगा शोर मचाऊंगा, पीछे नहीं मुड़ूंगा बस आगे बढ़ूंगा। ना 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 ना
thousand generations falling down in worship to sing the song of ages to the Lamb. And all those who've done for us, and all those who will believe, will sing the song of ages to the Lamb. Is the highest, your name is the greatest, your name stands above them all thrones and dominions, all power and position, your name stands above them all, and the angels cry, holy, all creations cry, holy, you were lifted high, holy, holy forever. If you've been forgiven, sing the song, sing the song forever to the Lamb. And if you walked in freedom, and if you bear His name, we'll sing the song for amen and amen. Sing the song forever and amen. And the angels cry, holy, your reign is right. Holy, you are lifted high. Holy, holy forever. And the angels cry, holy, and the angels cry, holy, you're the King of Kings, holy, holy forever. Oh, and the angels, holy, all creations cry, holy, the King of Kings, holy, all creations cry. All powers and position, all name stands above them all thrones and dominions, all powers and positions, your name stands above them all, and the angels cry, holy, all creations cry, holy, you are lifted high, holy, holy forever. Hear your people sing, holy, to the King of Kings, holy, you will always be, holy, holy forever. You will always be, holy, holy forever.
തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല.
മരണകാരനാസുരനെയും മരണകാരി മാസുരശേഷ തീരയുടച്ചു തകർപ്പതിനായി തിരതയുടവനിൽ അവതരിച്ചു കാരുണ്യപൂര കടലേ കരളലിയുക ദിനമനു കാരുണ്യ പൂര കടലേ കരളലിയുക ദിനമനു കാരുണ്യ പൂര കടലേ. മമ ഗരി ഗ ഗ ഗ നിരി ഗരി നീ 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 ധനിരി മാമ മരി മദ നിരി ഗരി ധനി ദസ സനി ധ പമ പമ പദ പമ ഗരി മാമ രി മരി നി ധ പ പ പ പ ഗരി സനി ധനി സ മദനി സരി ഗ ഗരി സനി ധ രി സനി ധ പ സനി ധ പദ കൃപയാ കൃപയാ ദൈവത്തിൻ കൃപയാ ദയയാ ദയയാ ആ ദൈവത്തിൻ ദയയാ കൃപയാ കൃപയാ ദൈവത്തിൻ കൃപയാ ദയയാ ദയയാ ആ ദൈവത്തിൻ ദയയാ ദൈവത്തിൻ ദയയാ. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടി പാഞ്ഞെത്തും ഇടയനവൻ. ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തി താൻ തഴുകിടുന്നു. സ്വർഗസിയോനിൽ നാഥനെ കാൺമതിനായി എൻ്റെ ആത്മാവു ദാഹിച്ചു കാത്തിരിപ്പു. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ആരെയും ഞാൻ ഭയപ്പെടില്ല, എൻ്റെ കർത്താവൻ കൂടെ വന്നാൽ. ഇല്ല താഴുകിൽ ഞാൻ തകരുകില്ല, എന്നും തന്നോട് ചേർന്നു നിന്നാൽ. യാത്രയിൽ ഞാൻ തളർന്നിടുമ്പോൾ എന്നാത്മധൈര്യം ചോർന്നിടുമ്പോൾ രാത്രികാലേ നടുങ്ങിടുമ്പോൾ എന്മേനിയാകെ വിറച്ചിടുമ്പോൾ ശോഭിതമാം തിരുമുഖമെൻ ഉള്ളിൽ കണ്ണാലെ കാണുന്നതെൻ ഭാഗ്യം. പാടിടും ഞാൻ സ്തുതിവചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. Read is the Bible,
The best book to read is the Bible. If you read it every day, it will help you all your way. Oh, the best book to read is the Bible. The best friend to have is Jesus. The best friend to have is Jesus. He will hear you when you call. He will keep you if you fall. Oh, the best friend to have is Jesus. I'm trading my sorrows, I'm trading my shame, I'm laying them down for the joy of the Lord. I'm trading my sickness, I'm trading my pain, I'm laying them down for the joy of the Lord. And we sing, yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. Amen. I'm pressed but not crushed, persecuted, not abandoned, struck down but not destroyed. I am blessed beyond the curse, for His promise will endure. That His joy is gonna be my strength, gonna be my strength. Though the sorrow may last for the night, His joy comes in the morning. I'm trading my sorrow, I'm trading my shame, I'm laying them down for the joy of the Lord. I'm trading my sickness, I'm trading my chain, I'm laying them down for the joy of the Lord. We sing, yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. For the joy of the Lord. We sing, yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. Amen. I'm blessed but not crushed, persecuted, not abandoned, struck down but not destroyed. I am blessed beyond the curse, for His promise will endure. That His joy is gonna be my strength. Though the sorrow may last for the night, His joy comes in the morning. I'm trading my sorrow, I'm trading my shame, I'm laying them down for the joy of the Lord. I'm trading my sickness, I'm trading my pain, I'm laying them down for the joy of the Lord. We sing, yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. We sing, yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോകാത്തവനാണ്, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോകാത്തവനാണ്, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു വാക്കു മതി.
അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്നിനൊരുമും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞ നീനും മാറും, നീ പറഞ്ഞ മണ്ണും മാറും. നീ പറഞ്ഞ നീനും മാറും, നീ പറഞ്ഞ മണ്ണും മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്ത എന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞ മാറാത്ത എന്തുള്ളൂ. ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ. കേട്ടോ കേട്ടോ കൂട്ടുകാരെ, യേശുനാഥൻ വന്നേ വന്നേ. കേട്ടോ കേട്ടോ കൂട്ടുകാരെ, യേശുനാഥൻ വന്നേ വന്നേ. ഉറങ്ങല്ലേ മയങ്ങല്ലേ മണി പിടിച്ചിരിക്കല്ലേ, ഉറങ്ങല്ലേ മയങ്ങല്ലേ മണി പിടിച്ചിരിക്കല്ലേ. യേശു ജൽദി ആനെ വാലാ, യേശു ജൽദി ആനെ വാലാ, യേശു ജൽദി ആനെ വാലാ, യേശു ജൽദി ആനെ വാലാ. കാത്തിരുന്നൊരു കന്യകമാർ വിളക്കെടുത്തപ്പോൾ എണ്ണ തീർന്ന സോദരിമാർ കൈവിടപ്പെട്ടു. കാത്തിരുന്നൊരു കന്യകമാർ വിളക്കെടുത്തപ്പോൾ എണ്ണ തീർന്ന സോദരിമാർ കൈവിടപ്പെട്ടു. നീയും ഞാനും യേശുനാഥനായി ഉണർവോടെ ഉയിരോടെ കാത്തിരുന്നിടാം. നീയും ഞാനും യേശുനാഥനായി ഉണർവോടെ ഉയിരോടെ കാത്തിരുന്നിടാം. യേശു ജൽദി ആനെ വാലാ, യേശു ജൽദി ആനെ വാലാ, യേശു ജൽദി ആനെ വാലാ, യേശു ജൽദി ആനെ വാലാ. ആ പൊന്നുകരമോ ഒരു ഇലും കുറുകിട്ടില്ല, എന്നെ നടത്തും. ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമായില്ല. അല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ പൂജ വെള്ളത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ പൂജ വെള്ളത്താൽ നയിച്ചതിനാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ പൂജ ബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. സോജത്താൽ നടത്തിയതാൽ എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്ന് വരെയും കുറഞ്ഞിട്ടില്ല.
खत्म होने का समय आ गया। राजा महिमा के साथ बादलों पर जल्द आने वाला है। मेरे प्रिय का जलाली चेहरा देखने का अब समय आ गया। मेरे प्रिय का जलाली चेहरा देखने का अब समय आ गया। देखने का अब समय आ गया। राजा महिमा के साथ बादलों पर जल्द आने वाला है। राजा महिमा के साथ बादलों पर जल्द आने वाला है। सब दुखों की परी अनंत वास में ले जाने के लिए वो आ रहा है। सब दुखों की परी अनंत वास में ले जाने के लिए वो आ रहा है। ले जाने के लिए वो आ रहा है। राजा महिमा के साथ बादलों पर जल्द आने वाला है। राजा महिमा के साथ बादलों पर जल्द आने वाला है। Thank you. കൂടി വന്ന എല്ലാ സഭാവിശ്വാസികൾക്കും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ സ്നേഹവന്ദനം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സോങ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അവതരിപ്പിക്കാൻ പോവുകയാണ്. പാടുമാറ്റിൻ തീരെ നാമും ചെന്നു കൂടുവോം. ദൈവസിംഹാസനത്തിൻ മുൻപിൽ നാമും ഗീതം പാടുവോം. കൂടും മാറ്റിൻ തീരെ കൂടും മനോഹരമാറ്റിൻ തീരെ കൂടും. ദൈവസിംഹാസനത്തിൻ മുൻപിൽ നാമും കീർത്തനം പാടുമെന്നും. ശോഭയേറുമാറ്റിൻ തീരെ മോദമായി വസിക്കുമേ. ഭാഗ്യ സ്വർണ്ണകാലമെല്ലാം വണങ്ങും ക്രിസ്തേശുവേ. ശോഭയേറുമാറ്റിൻ തീരെ മോദമായി വസിക്കുമേ. ഭാഗ്യ സ്വർണ്ണകാലമെല്ലാം വണങ്ങും ക്രിസ്തേശുവേ. കൂടും ആറ്റിൻ തീരെ കൂടും മനോഹരമാറ്റിൻ തീരെ കൂടും. ദൈവസിംഹാസനത്തിൻ മുൻപിൽ നാമും കീർത്തനം പാടുമെന്നും. വേഗം ആറ്റിൻ തീരെ കൂടും വേഗം യാത്ര തീരുമേ. വേഗം പാടും നാം സംഗീതം ഇമ്പകീർത്തനം പാടുമേ. വേഗം ആറ്റിൻ തീരെ കൂടും വേഗം യാത്ര തീരുമേ.
ഇമ്പ കീർത്തനം പാടുമേ. കൂടും ആറ്റിൻ തീരെ കൂടും മനോഹരമാറ്റിൻ തീരെ കൂടും ദൈവസിംഹാസനത്തിൻ മുൻപിൽ നാമം കീർത്തനം പാടുമെന്നും. കൂടും ആറ്റിൻ തീരെ കൂടും മനോഹരമാറ്റിൻ തീരെ കൂടും ദൈവസിംഹാസനത്തിൻ മുൻപിൽ നാമം കീർത്തനം പാടുമെന്നും. നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാസ്റ്റർ അലക്സ് കൊണ്ടാഴി കടന്നു വന്ന ദൈവത്തിൻ്റെ സ്നേഹവന്ദനം. ഇത്രത്തോളം അനുഗ്രഹമായ മീറ്റിംഗ് നടത്തുവാൻ സഹായിച്ച ദൈവത്തിന് എൻ്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ഈ മീറ്റിങ്ങിന് ആവശ്യമായ എല്ലാ നേതൃത്വവും നൽകുകയും ചെയ്ത പാസ്റ്റർ അലക്സ് കൊണ്ടാഴിയുള്ള നന്ദി ആദ്യമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് കടന്നു വന്ന ദേവദാസന്മാർ പല പ്രോഗ്രാംസും മാറ്റിവെച്ച് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന ദേവദാസന്മാരുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു പി എബ്രഹാം, റസൽ പാസ്റ്റർ, പിന്നെ പാപ്പച്ചൻ പാസ്റ്റർ എന്നിവരുടെ നന്ദി അറിയിക്കുന്നു. തന്നെയല്ല മാത്യു പി എബ്രഹാമിൻ്റെ സഹധർമ്മിണിയായ സിസ്റ്റർ ജെസ്സി മാത്യു, ഞങ്ങളുടെ സഹോദരി സമാജത്തിൻ്റെ കുമ്മനാട് സെൻറ്റർ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആൻറ്റി ഇവിടെ വന്ന് കടന്നു വരുവാൻ കണ്ട് സഹായിച്ചു ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ആൻറ്റിക്കും നന്ദി പറയുന്നു. അനുഗ്രഹീതമായ മെസ്സേജ് നൽകിയ പാസ്റ്റർ ബ്ലസൻ കുഴിക്കാലയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ തിരക്കുകളുണ്ടായിട്ടും നമ്മുടെ ആഗ്രഹപ്രകാരം കടന്നു വന്ന് മെസ്സേജ് നൽകിയതോർത്ത് പാസ്റ്ററുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ച് അവരുടെ കഴിവുകൾ ആവുന്ന വിധം അവർ ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. ദൈവം അവർക്ക് കൊടുത്ത താലന്തുകൾ അപ്രകാരം ഉപയോഗിക്കാൻ തക്കോണം അവരെ ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ മീറ്റിങ്ങിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പാട്ടുകളൊക്കെ പാടി സ്കിറ്റുകൾ നടത്തി, പിന്നെ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന സ്കിറ്റ് PYP നടത്തുവാൻ ഇടയായി തീർന്നു. എല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം കലാപരിപാടികൾ നടത്തിയ കുഞ്ഞുങ്ങൾക്കും ഇതിൽ സഹകരിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങളുണ്ട്. സമ്മാനങ്ങൾ ഓരോ പരിപാടികൾക്ക് പങ്കെടുത്തവർക്ക് മാത്രമല്ല, കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും സമ്മാനം ലഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. സമ്മാനങ്ങൾ വാങ്ങിക്കുന്നതിനും അതിന് നേതൃത്വം നൽകുകയും അത് പൊതിഞ്ഞ് പാക്ക് ചെയ്യുന്നതിനൊക്കെയും സഹകരിച്ചവരുണ്ട്. സൺഡേ സ്കൂൾ ഹെഡ് മിസ്സസ് സിസ്റ്റർ മോളി ബാബുവിനോടും സിസ്റ്റർ വീണ ബെനഡിക്റ്റ്, സിസ്റ്റർ ബ്ലസ്സി വർഗീസ് എന്നിവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ PYPയുടെ സമ്മാനങ്ങൾ വാങ്ങിക്കുന്നതിനും സഹകരിക്കുന്നതിനും സെക്രട്ടറി റോസിൻ റസല്, അവരുടെ മറ്റ് PYP ഭാരവാഹികൾ, അവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നേരം വളരെ ആദ്യമായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചർച്ച് മെമ്പേഴ്സായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പാസ്റ്റർ അലക്സ് കൊണ്ടാഴി, സിസ്റ്റർ ജിൻസി അലക്സ് മോന്, അവർ ഈ മീറ്റിങ്ങിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും അവർ മുന്നിട്ട് നേതൃത്വം നൽകിയവരാണ്. അവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രത്തോളം ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഇത് കൂട്ടായ പ്രവർത്തനമായതുകൊണ്ട് സൺഡേ സ്കൂളും PYPയും സഹോദരി സമാജം ഭാരവാഹികളും എല്ലാം കൂടെ ചേർന്നുള്ള പ്രവർത്തനമാണ്. അവരെല്ലാവരും സഹകരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. ഇനി
പ്രാർത്ഥനയും ആശീർവാദവുമാണ്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ സന്ധ്യാസമയത്ത് ആരംഭിച്ച ഈ വാർഷികം ഇത്രത്തോളം ദൈവം സഹായിച്ചു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു പ്രവർത്തന വർഷം മുഴുവനും ദൈവം നമ്മെ നടത്തിയതോർത്ത് നാം എല്ലാവരും പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ചാൾസ് തോമസ് അങ്കിൾ ഇപ്പോൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി നടത്തുവാൻ ഇന്ന് രാത്രികാലം കർത്താവെ അങ്ങ് കൃപ ചെയ്തതിനായി നന്ദി. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ വ്യക്തികളും എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവർക്കും കർത്താവെ ഇതൊരു അനുഗ്രഹമാക്കി മാറ്റിയല്ലോ. വന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. അപ്പോൾ ഇവിടെ പ്രോഗ്രാം നടത്തിയ അതിൻ്റെ ഭാരവാഹികളെ ദൈവം ധാരാളം അനുഗ്രഹിക്കണം, മാനിക്കണം. സൺഡേ സ്കൂൾ അനുഗ്രഹമായി തീരട്ടെ, സോദരി സമാജം അനുഗ്രഹമായി തീരട്ടെ, PYP ഏറ്റവും അനുഗ്രഹമായി കർത്താവേ ദൈവം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പാസ്റ്റർക്കായി സ്തോത്രം, തൻ്റെ കുടുംബത്തിനായി സ്തോത്രം. അവരെയും ദൈവം അധികമായി അനുഗ്രഹിച്ചാട്ട്. താങ്ക് യു ഫാദർ. എല്ലാറ്റിനായി നന്ദി പറയുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും PYPA സൺഡേ സ്കൂൾ സോദരി സമാജം, ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭ, പുറമറ്റ് മേബനേസർ സഭയുടെ ഈ പുത്രികാ സംഘടനകളുടെ പ്രവർത്തകർ എല്ലാവരോടും കൂടെ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച എല്ലാ പ്രിയമുള്ളവരോടും സഭയിലെ എല്ലാ പ്രിയമുള്ളവരോടും കൂടെ ഇന്നും എന്നേക്കും ക്രിസ്തുയേശുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ജയം തന്ന കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ.